hello everyone. Welcome back to Xylem Learning. നിങ്ങളുടെ സ്വന്തം അൽമ മിസ് ആണ്. സോ മക്കളെ, ഈ വീഡിയോസിൽ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ടോപ്പിക്സിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഏരിയയിലുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കാറുണ്ട്. നമ്മൾ നാച്ചുറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടി കുട്ടി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഒരുപാട് ടോപ്പിക്സുകൾ ഈ VSനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ മിസ് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജനറൽ നോളജ് കൂടി ആയിട്ടൊന്ന് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം ഇംപ്രൂവ് ആവാറുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ജാനുവരിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് ഉണ്ട്. ഈ ഡേയ്സിന് നമ്മുടെ സബ്ജക്റ്റുമായിട്ടും കുറച്ച് പ്രാധാന്യമുണ്ട്. സോ ഏതൊക്കെയാണ് ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ് എന്ന് നമുക്ക് നോക്കാം. സോ സ്റ്റാർട്ടിങ് ഫ്രം ജനുവരിയാണ് നമ്മുടെ ഈ ഒരു പൊതു വർഷത്തിലെ ആദ്യത്തെ മാസം എന്ന് പറയുന്നത്. അപ്പൊ ജനുവരിയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ് ഉണ്ട്. അപ്പൊ എല്ലാ ഡേയ്സിലും നമുക്ക് ഓരോ പ്രാധാന്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ മിസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് ഇവിടെ പിക്ക് ചെയ്യാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് January 4 ആണ്. പല കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാം. സോ എന്താണ് January 4ന്റെ പ്രത്യേകത? വേൾഡ് ബ്രെയിലി ഡേ ആണ്. ആരാണ് ഈ ബ്രെയിലി? നിങ്ങൾക്കറിയാം, കണ്ണ് കാണാത്ത ആളുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ലിപി ഉണ്ട് അല്ലെ? സോ January 4 എന്ന് പറയുന്ന ഈ നമ്മുടെ ബ്രെയിൻ ലിപി കണ്ടുപിടിച്ച ലൂയി ബ്രെയിലിയുടെ ഓർമ്മയ്ക്കുള്ള ദിവസമാണ്. സോ ദാറ്റ്സ് വൈ വി സെലിബ്രേറ്റഡ് January 4th ആസ് ബ്രെയിലി ഡേ. ക്ലിയർ ആണോ? എങ്കിൽ അടുത്ത ഡേ നോക്കാം, January 9. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. January 9 ഈസ് സെലിബ്രേറ്റഡ് ആസ് പ്രവാസിയ ഭാരതീയ ദിവസ്. എന്താ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത? പ്രവാസി എന്ന് പറയുന്നത് ആരെ? ആക്ച്വലി അബ്രോഡ് ഉള്ള ആളുകളെ അല്ലെ, വിദേശത്തുള്ള ആളുകളെയാണ് നമ്മൾ പൊതുവെ പ്രവാസി എന്ന് പറയാം. സോ ഗാന്ധിജി നിങ്ങൾക്കറിയാം, ദക്ഷിണാഫ്രിക്കയിലാണ് അദ്ദേഹത്തിന്റെ ജോലിക്കായിട്ട് താമസിച്ചത്. സോ 1915 അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് വന്നു. അപ്പൊ January 9 എന്നുള്ള ദിവസമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡേ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് January 12th ആണ്. January 12th പ്രത്യേകത എന്താണെന്നറിയോ? നാഷണൽ യൂത്ത് ഡേ ആണ്. ആരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡേ ആഘോഷിക്കുന്നത്? അദ്ദേഹത്തിന് അറിയോ നിങ്ങൾക്ക്? ഇതാണ് സ്വാമി വിവേകാനന്ദ്. ഇദ്ദേഹത്തിന്റെ ഡേ ആയിട്ടാണ് January 12th നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് January 15. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അല്ലെ, എല്ലാ പ്രൗഡ് ഇന്ത്യൻസും അറിഞ്ഞിരിക്കേണ്ട ഒരു ഡേ ആണ്. January 15 ഈസ് സെലിബ്രേറ്റഡ് ആസ് ആർമി ഡേ. ആർമി ദിവസമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് January 25. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ ആണ് ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രി, അതായത് ജനാധിപത്യ രാജ്യം. അപ്പൊ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ജനങ്ങളാണ് ഇവിടുത്തെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നത് അല്ലെ? അപ്പൊ വോട്ടേഴ്സ് ഡേ ആണ് January 25. മലയാളത്തിൽ സമ്മതിദാന ദിനം എന്ന് പറയും അല്ലെ? അപ്പൊ നോക്കിക്കേ നിങ്ങൾ, January 25th ആണ് നാഷണൽ വോട്ടേഴ്സ് ഡേ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് ആണ് മിസ് ഇപ്പൊ പിക്ക് ചെയ്തിരിക്കുന്നത്. ഇതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഡേയ്സ് നമുക്ക് അടുത്ത മന്തിലും ഒക്കെ കാണാൻ സാധിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ മന്തിലെയും പ്രധാനപ്പെട്ട ഡേയ്സ് ഒന്ന് പിക്ക് ഔട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആക്കിയിട്ട് മാറ്റാം. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡേ നമുക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അണ്ടിൽ ദെൻ ബൈ, സീ യു, ടേക്ക് കെയർ.